എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. അല്ല മിസ്റ്റർ വി ഡി സതീശൻ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ട് ഏത് കോൺഗ്രസ് നേതാവാണ് സർക്കാരിനെ സമീപിച്ചത്? താങ്കളാണോ? വി ഡി സതീശന്റെ പുതുനുണ യാത്രയുടെ ഭാഗമായി അദ്ദേഹം വയനാട് നടത്തിയ ഒരു പ്രസംഗത്തിലെ ഒരു ചെറിയ കഷ്ണം നമുക്കൊന്ന് കേൾക്കാം. ഇവര് വരുമ്പോ നമുക്ക് സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരുന്നത്, വീട് വെക്കാൻ. അപ്പൊ നമ്മൾ വീട് വെച്ചാൽ മാത്രം മതിയല്ലോ. ഇവരവസാനം പറയാണ് നമുക്ക് പ്രത്യേക സ്ഥലമൊന്നും തരില്ല. അങ്ങനെയാണ് നമ്മൾ സ്ഥലം എടുക്കാൻ പോയത്. നമ്മൾ സ്ഥലം എടുക്കാൻ 4 മാസം പിടിച്ചുള്ളൂ. ഈ പ്രസംഗത്തിൽ പറയുന്ന ഇവരെന്ന് വെച്ചാൽ ആരാണ്? സർക്കാരാണ്. കോൺഗ്രസിന് ഭൂമി കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞത്രേ. പിന്നെ പ്രത്യേക സ്ഥലമൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞത്രേ. പിന്നെ പറയുന്നു കുഞ്ഞാലിക്കുട്ടി ബുദ്ധിമാനായതുകൊണ്ട് സർക്കാർ സ്ഥലത്തിന് വേണ്ടി മുസ്ലിം ലീഗ് കാത്തു നിന്നില്ല പോലും. കുഞ്ഞാലിക്കുട്ടി സാർ നല്ല ബുദ്ധിമാനായതുകൊണ്ട് ഇവരുടെ സ്ഥലം എടുക്കാൻ നോക്കിയിരുന്നില്ല. അദ്ദേഹം വേറെ സ്ഥലം ലീഗ് വേറെ ഭൂമി എടുത്ത് വീട് വെച്ചു പോലും. വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാൻ സർക്കാരിനോട് തങ്ങൾ ഭൂമി ആവശ്യപ്പെട്ടിരുന്നു എന്ന പെരും നുണ നാട് നീളെ പറഞ്ഞു നടക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നുണ പറയാൻ, അത് ആവർത്തിക്കാൻ ഒരു മടിയുമില്ലാത്ത നേതാവാണ് അദ്ദേഹം. ഓരോ നുണയും പൊളിഞ്ഞു വീഴുന്നത് അദ്ദേഹത്തെ തളർത്തുന്നേയില്ല. ഈയിടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് നിർമ്മിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയാണെന്നൊരു നുണ അദ്ദേഹം തട്ടിവിട്ടിരുന്നു. നമുക്കറിയാം, ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും എല്ലാം ആരംഭിച്ച IT മന്ത്രിയായിരുന്നു ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഞാനോ എപ്പോ എന്ന് സലിംകുമാർ ശൈലിയിൽ അത് കേട്ട കുഞ്ഞാലിക്കുട്ടി മനസ്സിലെങ്കിലും കൈമലർത്തിയിട്ടുണ്ടാകും. വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകൾ ക്രോഡീകരിച്ച് അതിന്റെ വസ്തുത പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഫേസ്ബുക്ക് പേജ് തന്നെയുണ്ട്, സതീശന്റെ നുണകൾ എന്ന പേരിൽ. ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ പേജിന് 19,000 ഫോളോവേഴ്സുമായി. പക്ഷെ അദ്ദേഹത്തിന് വല്ല കുലുക്കവുമുണ്ടോ? ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആർക്കും ഫാക്ട് ചെക്കിംഗ് നടത്താൻ എല്ലാ സൗകര്യങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന കാലമാണ്. അബദ്ധത്തിൽ പോലും വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയരുത് എന്ന ജാഗ്രത ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരെല്ലാം പുലർത്തുന്ന കാലം. പക്ഷെ വി ഡി സതീശന് ഒരു കുലുക്കവുമില്ല. അദ്ദേഹം നിരന്തരമായി നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാവുപിഴ മൂലം സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളല്ല അവയൊന്നും. പറയണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഉണ്ടാക്കി പറയുന്ന നുണ. ആ നുണകളും അവയുടെ സത്യവും ഭാവി തലമുറയ്ക്ക് വേണ്ടി ക്രോഡീകരിച്ചു വെക്കുന്ന സതീശന്റെ നുണകൾ എന്ന ഫേസ്ബുക്ക് പേജിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ അഭിവാദ്യങ്ങൾ. നുണകൾക്കെതിരെ വസ്തുത ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന പോരാട്ടമാണത്. ആ സുഹൃത്തുക്കൾക്കുള്ള ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ ഐക്യദാർഢ്യമാണ് ഈ എപ്പിസോഡ്. സതീശന്റെ നുണകൾ എന്ന പേജിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും ആ പേജ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തി പേജിനെ സജീവമായി നിലനിർത്തുക. നമുക്ക് വി ഡി സതീശന്റെ മുണ്ടക്കൈ ചൂരൽമല നുണയിലേക്ക് മടങ്ങാം. ഇവര് വരുമ്പോ നമുക്ക് സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരുന്നത്, വീട് വെക്കാൻ. അപ്പൊ നമ്മൾ വീട് വെച്ചാൽ മാത്രം മതിയല്ലോ. ഇവരവസാനം പറയാണ് നമുക്ക് പ്രത്യേക സ്ഥലമൊന്നും തരില്ല. അങ്ങനെയാണ് നമ്മൾ സ്ഥലം എടുക്കാൻ പോയത്. നമ്മൾ സ്ഥലം എടുക്കാൻ 4 മാസം പിടിച്ചുള്ളൂ. വയനാട് ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ ഭൂമി അനുവദിച്ചില്ലെന്ന പെരുങ്കള്ളം എപ്പോഴാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തുടങ്ങിയത്? അന്വേഷണം നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. വയനാടിന് വേണ്ടി പിരിച്ച ഫണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുക്കിയെന്ന ആരോപണം ഉയർന്ന ശേഷമാണ് ഈ നുണയുമായി അവർ പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തട്ടിക്കൂട്ടിയതാണ് വീട് നിർമ്മിക്കാൻ തങ്ങൾക്ക് ഭൂമി സർക്കാർ നൽകിയില്ല എന്ന പച്ചക്കള്ളം. ആ പെരുങ്കള്ളം പുറത്തു വന്ന പത്രസമ്മേളനം നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അപേക്ഷ നൽകിയത് ഈ യോഗത്തിൽ യൂത്ത് കോൺഗ്രസോ പങ്കെടുത്തിരുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് എന്താ അഭിപ്രായമാണ് പറഞ്ഞത്? അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്, ചുമതലയുള്ള മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട, അതിനകത്ത് സംശയമില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലാണ് ആ പത്രസമ്മേളനം നടന്നത്. നോക്കൂ, ആ പത്രസമ്മേളനത്തിൽ ഈ പെരുങ്കള്ളം പറയുന്നതാരാണ്? മുഖ്യമന്ത്രിക്കും ചുമതലയുള്ള മന്ത്രിക്കും ഭൂമി ആവശ്യപ്പെട്ട് തങ്ങൾ അപേക്ഷ നൽകിയിരുന്നു എന്ന് പറയുന്നത് ആരാണ്? സണ്ണി ജോസഫ് ആണോ? അല്ല, ആ നുണ പറയുന്നത് ഷാഫി പറമ്പിലാണ്. ഫണ്ണി ജോസഫ് സംസാരിച്ചിരിക്കെ മൈക്ക് നീക്കിയെടുത്ത് തന്റെ മുന്നിലേക്ക് വെച്ച് ഇടയ്ക്ക് കയറി സൂപ്പർ KPCC പ്രസിഡന്റായി ഷാഫി പറമ്പിൽ അവതരിച്ച നിമിഷമാണത്. അപേക്ഷ നൽകിയത് ഈ യോഗത്തിൽ യൂത്ത് കോൺഗ്രസോ പങ്കെടുത്തിരുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് എന്താ അഭിപ്രായമാണ് പറഞ്ഞത്? അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്, ചുമതലയുള്ള മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. പാവം ഫണ്ണി വക്കീൽ ദയനീയമായി നിശബ്ദനായി പോയ നിമിഷം. ദുരന്തം നടക്കുന്ന സമയത്ത് KPCCയുടെ പ്രസിഡന്റ് K സുധാകരനാണ്. കോൺഗ്രസിന് വേണ്ടി ഭൂമി ആവശ്യപ്പെട്ട് K സുധാകരനാണോ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട മന്ത്രിക്കും അപേക്ഷ കൊടുത്തത്? ഭൂമി ചോദിച്ചിട്ട് തന്നില്ലെന്ന പരാതി എന്നെങ്കിലും K സുധാകരൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിനർത്ഥം K സുധാകരനല്ല ഈ അപേക്ഷ കൊടുത്തത്. അക്കാര്യം നമുക്ക് ഉറപ്പിക്കാം. പിന്നെ വി ഡി സതീശനാണോ? അക്കാര്യം പറയാൻ അദ്ദേഹത്തിന് ചുമതലയില്ലേ? ഇനി ഭൂമി ആവശ്യപ്പെട്ട് സർക്കാരിന് നൽകിയ ആ അപേക്ഷ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പുറത്തുവിടാത്തത്?
എത്ര ഏക്കർ ഭൂമിയാണ് നിങ്ങൾ ചോദിച്ചത്? എത്ര വീട് വെക്കാനാണ് നിങ്ങൾ സർക്കാരിനോട് ഭൂമി ചോദിച്ചത്? ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്രയാണ്? ആകെ കോൺഗ്രസിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഇത്രയും വിവരങ്ങൾ കോൺഗ്രസുകാർ എപ്പോഴെങ്കിലും പുറത്തുവിട്ടിട്ടുണ്ടോ? എന്നാണ് അവർ ഈ ഫണ്ട് പിരിവ് തുടങ്ങിയത്? 2024 ഓഗസ്റ്റ് 1 ഡിജിറ്റൽ ആപ്പ് ഉപയോഗിച്ച് കോൺഗ്രസ് വയനാട് ഫണ്ട് പിരിവ് ആരംഭിച്ചത്. സ്റ്റാൻഡ് വിത്ത് വയനാട് INC എന്ന പേരിലായിരുന്നു ആപ്പ്. ഈ ആപ്പ് വഴി എത്ര രൂപയാണ് നിങ്ങൾ കളക്ട് ചെയ്തത്? തങ്ങൾ ആവശ്യപ്പെട്ട ഭൂമി സർക്കാർ നൽകിയില്ല എന്നാണല്ലോ സതീശന്റെ വാദം. അത് ശരിയാണോ എന്നറിയാൻ നമുക്ക് ചില മിനിറ്റ്സുകൾ ഇനി പരിശോധിക്കാം. മേപ്പാടി ദുരന്തബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത് 2024 ഓഗസ്റ്റ് 29 അതായത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിവ് ആരംഭിച്ച് കഷ്ടിച്ച് 1 മാസം തികയുന്ന ദിവസം. ഈ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്ഥലം MLA-യും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് T സിദ്ദിഖും പങ്കെടുത്തിട്ടുണ്ട്. ലീഗിനെ പ്രതിനിധീകരിച്ചത് PMA സലാം. ദുരന്തബാധിതർക്ക് കോൺഗ്രസ് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം ഈ യോഗത്തിൽ സതീശനോ സിദ്ദിഖോ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇതേ യോഗത്തിലാണ് മുസ്ലിം ലീഗ് 100 വീട് വാഗ്ദാനം ചെയ്തത്. പക്ഷെ അതിന് തങ്ങൾക്ക് ഭൂമി തരണമെന്ന് അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്തരത്തിൽ മുസ്ലിം ലീഗ് 100 വീട് വാഗ്ദാനം നൽകിയപ്പോഴെങ്കിലും സതീശനും സിദ്ദിഖും വാ തുറന്നോ? തങ്ങളും വീട് നിർമ്മിക്കുമെന്ന് മിണ്ടിയോ? ഇല്ല. ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പന എസ്റ്റേറ്റ്, കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റ് എന്നീ സ്ഥലങ്ങളാണ് സർക്കാർ തിരഞ്ഞെടുത്തത്. പക്ഷെ അപ്പോഴതൊരു നിയമക്കുരുക്കായി മാറി. കേസായി. പ്രശ്നം ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തി. വിഷയം വലിയ വാർത്താ പ്രാധാന്യം നേടി. ടൗൺഷിപ്പിന് വേണ്ടി വയനാട്ടിൽ എവിടെ ഭൂമി എടുത്താലും അതിൽ നിയമക്കുരുക്കുണ്ടെന്ന് വയനാടിന് പുറത്തുള്ളവരും മനസ്സിലാക്കിയ സന്ദർഭമാണത്. ഈ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ ഒരുങ്ങിയപ്പോഴെങ്കിലും കോൺഗ്രസ് ഭൂമിക്ക് വേണ്ടി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടോ? എൽസ്റ്റോൺ, നെടുമ്പന എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ സർക്കാരിന് അനുമതി നൽകിക്കൊണ്ട് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത് 2024 ഡിസംബർ 27. വിധി വന്നതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി വീണ്ടും യോഗം വിളിച്ചു. 1 അല്ല 2 തവണ. 2025 ജനുവരി 1 ജനുവരി 4 ഈ 2 യോഗങ്ങളിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തു. പുനരധിവാസത്തിന് സർക്കാർ സ്വീകരിച്ച നടപടികളെ സ്വാഗതം ചെയ്തു. ആ യോഗത്തിലെങ്കിലും തങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി വേണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആ യോഗത്തിന്റെ മിനിറ്റ്സ് നോക്കാം. ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് 15 ലക്ഷം രൂപ എന്ന് തീരുമാനിച്ചത് ഈ യോഗത്തിലാണ്. അത് പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശമായിരുന്നുവെന്നും മറ്റ് സ്പോൺസർമാരും അതിനോട് യോജിച്ചുവെന്നും ആ മിനിറ്റ്സിലുണ്ട്. അംഗൻവാടി, സ്കൂൾ കെട്ടിടങ്ങൾ, ലൈബ്രറി എന്നിവയുടെ കെട്ടിടങ്ങൾ കൂടി നിർമ്മിച്ചു നൽകാമെന്ന് ചില സ്പോൺസർമാർ അറിയിച്ചെന്നും ആ മിനിറ്റ്സിലുണ്ട്. അപ്പോഴും കോൺഗ്രസ് വീട് നിർമ്മിക്കാൻ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നും തങ്ങൾക്ക് ഭൂമി അനുവദിക്കണമെന്നും VD സതീശനോ T സിദ്ദിഖോ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കുമെന്ന് മന്ത്രി K രാജൻ നിയമസഭയിൽ പറഞ്ഞത് 2025 മാർച്ച് 15. 2025 ജനുവരി 17 ആരംഭിച്ച് മാർച്ച് 25 അവസാനിച്ച നിയമസഭയുടെ ആ സമ്മേളന കാലയളവിൽ ബജറ്റിലടക്കം പലവട്ടം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ചയായി. വയനാട് ദുരന്തബാധിതർക്ക് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറാണെന്നോ അതിന് ഭൂമി ആവശ്യപ്പെട്ട് സമീപിച്ചപ്പോൾ സർക്കാർ നിരസിച്ചെന്നോ ഒരു കോൺഗ്രസ് നേതാവും നിയമസഭയിൽ പറഞ്ഞില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൽപ്പറ്റ MLA T സിദ്ദിഖുമൊക്കെ പലവട്ടം ആ സെഷനിൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യം അവർ സഭയിൽ മിണ്ടിയിട്ടേയില്ല. 2025 ഏപ്രിൽ 12 സർക്കാർ ഔദ്യോഗികമായി എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുകയും പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ടൗൺഷിപ്പ് പദ്ധതിയുടെ ശിലാസ്ഥാപനം കൽപ്പറ്റയിൽ നടന്നത് 2025 മാർച്ച് 27. ആ മഹാസമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധിയും VD സതീശനും T സിദ്ദിഖും ഒക്കെ പങ്കെടുത്തിരുന്നു. ദുരന്തബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് 100 വീട് വെച്ച് നൽകുമെന്നും അതിനുള്ള ഭൂമി സർക്കാർ അനുവദിക്കണമെന്നും പരസ്യമായി സതീശൻ ആവശ്യപ്പെടാൻ കിട്ടിയ ഏറ്റവും അനുയോജ്യമായ സന്ദർഭം. എന്നിട്ട് ആ യോഗത്തിൽ ചെല്ലക്കിളി എന്തെങ്കിലും ഒഴിഞ്ഞോ? ഇല്ല, ഇല്ലേ ഇല്ല. ഡിജിറ്റൽ ആപ്പ് വഴി ഫണ്ട് പിരിവ് തുടങ്ങിയത് 2024 ഓഗസ്റ്റ് 1 എന്നോർക്കണം. ആ പണം കോൺഗ്രസുകാരുടെ കയ്യിലിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. എന്നിട്ടാണ് 2025 ജൂലൈ 2 പത്രസമ്മേളനത്തിൽ തങ്ങൾക്ക് സർക്കാർ ഭൂമി നൽകിയില്ലെന്ന പച്ച നുണ ഷാഫി പറമ്പിൽ തട്ടിവിട്ടത്. അനുവദിച്ചില്ല. ഇവിടെയാണ് അപേക്ഷ നൽകിയത്. ഈ യോഗത്തിൽ യൂത്ത് കോൺഗ്രസോ പങ്കെടുത്തിരുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് എന്താ അഭിപ്രായമാണ് പറഞ്ഞത്? അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്, ചുമതലയുള്ള മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. ആ പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന് നാം നേരത്തെ പറഞ്ഞു. ആ തീയതിക്ക് തൊട്ടു തലേന്നാണ് വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ആരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ
പോലീസിൽ പരാതി വന്നത്. കോലഞ്ചേരി സ്വദേശിനിയും ഹൈക്കോടതി അഭിഭാഷകയുമായ TR ലക്ഷ്മിയായിരുന്നു പരാതിക്കാരി. മുണ്ടക്കൈയിൽ 8 ലക്ഷം രൂപയുടെ 30 വീട് നിർമ്മിക്കാൻ സംസ്ഥാന കമ്മിറ്റി പിരിച്ചെടുക്കുന്ന 2,40,00,000 രൂപയും സ്പോൺസർഷിപ്പ് തുകയും ഉപയോഗിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. അങ്ങനെ 140 മണ്ഡലം കമ്മിറ്റികൾ വഴി എത്ര ലക്ഷം രൂപ പിരിച്ചുവെന്ന ചോദ്യത്തിന് ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല. വിവാദമായപ്പോൾ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പിന്നീട് ബലാത്സംഗ കേസിൽപ്പെട്ട് പുറത്താക്കപ്പെടുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് 88 ലക്ഷം രൂപ യൂത്ത് കോൺഗ്രസ് പിരിച്ചുവെന്നാണ്. 140 മണ്ഡലം കമ്മിറ്റികൾ 2 ലക്ഷം രൂപ വെച്ച് പിരിച്ചത് 88 ലക്ഷം രൂപ. ഏത് കമ്മിറ്റി എത്ര വീതം പിരിച്ചുവെന്ന് സ്വന്തം സംഘടനയ്ക്കുള്ളിൽ പോലും വെളിപ്പെടുത്തിയിട്ടില്ല. അതിനു പുറമെയാണ് കോൺഗ്രസിന്റെ നേരത്തെ പറഞ്ഞ ആപ്പ് വഴിയുള്ള പിരിവ്. അവരും എത്ര രൂപ പിരിച്ചുവെന്ന് ഇന്നും കണക്കില്ല. ഈ വിവാദം മാധ്യമങ്ങളിലൂടെ കത്തിപ്പടർന്നപ്പോഴാണ് സർക്കാർ തങ്ങൾക്ക് ഭൂമി നൽകാത്തത് കൊണ്ടാണ് വീട് നിർമ്മാണം വൈകിയതെന്ന പച്ചക്കള്ളവുമായി ഷാഫി പറമ്പിലും VD സതീശനും രംഗത്തിറങ്ങിയത്. ആ തീയതി 2025 ജൂലൈ 2. സർക്കാരിനോട് യൂത്ത് കോൺഗ്രസോ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിരുന്നില്ലെന്ന് അന്ന് തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാർ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോഴും ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് ഏത് കോൺഗ്രസ് നേതാവാണ് സർക്കാരിനെ സമീപിച്ചതെന്ന് കോൺഗ്രസ് വെളിപ്പെടുത്തിയില്ല. ആ അപേക്ഷ പുറത്തുവിടാൻ പലതവണ മന്ത്രിമാർ അവരെ വെല്ലുവിളിച്ചു. മിണ്ടാട്ടമില്ല. എന്നിട്ടാണ് സതീശൻ നാടുനീളെ നടന്ന് കോൺഗ്രസുകാരുടെ മുഖത്ത് നോക്കി ഈ പച്ചക്കള്ളം ആവർത്തിക്കുന്നത്. എന്തിനാണ് സതീശൻ ഈ കള്ളം പറയുന്നത്? അതിന് കാരണമുണ്ട്. സതീശന്റെ ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ കയ്യിൽ നിന്നാണല്ലോ ആ പണം ഊറ്റിയത്. തങ്ങളിൽ നിന്ന് പിരിച്ച പണം എവിടെ, എന്തു ചെയ്തു എന്ന് അവർ ചോദിക്കും. സ്വാഭാവികമാണ്. ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുറ്റം സർക്കാരിന്റെ തലയിലിടണം. അതിനാണ് ഭൂമി സർക്കാർ തന്നില്ലെന്ന പെരുംനുണ ഇങ്ങനെ പെരുമ്പറയടിക്കുന്നത്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വയനാട് ദുരന്തത്തിന്റെ പേരിൽ എത്ര രൂപ പിരിച്ചുവെന്ന് അവരോട് ചോദിക്കേണ്ടത് കോൺഗ്രസുകാരാണ്. ഓരോ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും പിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അടച്ച തുക എത്ര? KSU പിരിച്ചു നൽകിയ തുക എത്ര? ആപ്പ് വഴി കോൺഗ്രസ് പിരിച്ച തുക എത്ര? ഇപ്പൊ ഒരു ഭൂമി രജിസ്ട്രേഷൻ നാടകം നടത്തിയല്ലോ. ആ നാടകത്തിന് എത്ര രൂപയായി? ഇനി എത്ര കൊടുക്കാനുണ്ട്? എത്ര ചെലവിലാണ് നിങ്ങൾ ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഭൂമി ആവശ്യപ്പെട്ട് നിങ്ങൾ എന്നാണ് സർക്കാരിനെ സമീപിച്ചത്? ആരാണ് സമീപിച്ചത്? പ്രതിപക്ഷ നേതാവാണോ? KPCC പ്രസിഡന്റ് ആണോ? ഭൂമി തരാൻ പറ്റില്ലെന്ന് സർക്കാർ വാക്കാലാണോ പറഞ്ഞത്? അതോ രേഖാമൂലം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ സതീശന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും മുഖത്ത് നോക്കി ചോദിക്കാൻ ആ ഫണ്ടിലേക്ക് പണം നൽകിയ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്. അവർ ആ ചോദ്യം ചോദിക്കാതിരിക്കാനാണ് സതീശൻ ഈ നുണ നിരന്തരം തട്ടിവിടുന്നത്. ആ നുണ കേട്ട് കൈയടിക്കുന്നവരറിയുക, ഈ സേട്ടന്മാർ നിങ്ങളെ നന്നായി വഹിച്ചിട്ടുണ്ട്. ഈ കുറുവാ സംഘത്തിന്റെ കൈവശം സംസ്ഥാന ഖജനാവ് കിട്ടിയാൽ എന്താവും സ്ഥിതി എന്നും നിങ്ങൾ തന്നെ ആലോചിക്കുക. പ്രിയമുള്ളവരെ, ന്യൂസ് ബുള്ളറ്റ് കേരളയെ സാമ്പത്തികമായി നിലനിർത്താൻ പ്രതിമാസം 100 രൂപ വീതം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ട്. അക്കാര്യം പലവട്ടം സൂചിപ്പിച്ചത് പ്രിയ സുഹൃത്തുക്കൾ ഓർക്കുമല്ലോ. എല്ലാ മാസവും കൃത്യമായി ഓർമ്മിച്ച് ഈ തുക സംഭാവനയായി നൽകാൻ പലർക്കും കഴിയണമെന്നില്ല, പലരും അത് ഓർക്കണമെന്നില്ല. അവർക്ക് വേണ്ടി ഒരു ഓട്ടോ പേ സംവിധാനം ഉണ്ടാക്കണമെന്ന് പല സുഹൃത്തുക്കളും നിർദ്ദേശിച്ചിരുന്നു. ആ സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. nbkerala.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിന്റെ ലിങ്ക് കമന്റിൽ നൽകിയിട്ടുണ്ട്. സൈനപ്പ് പേജാണ് ആദ്യം തുറക്കുക. അതിലെ വിവരങ്ങൾ നൽകിയ ശേഷം സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്നത് പോലൊരു പേജ് തുറക്കും. അതിൽ സബ്സ്ക്രൈബ് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് തുറക്കും. അതിൽ UPI ID/മൊബൈൽ നമ്പർ എന്നൊരു കോളം ഉണ്ട്. ആ കോളത്തിൽ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക. എന്നിട്ട് പേ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്പ് തുറക്കുക. അവിടെ ഓട്ടോ പേ റിക്വസ്റ്റ് ഉണ്ടാകും. അതിൽ അപ്രൂവ് ഓട്ടോ പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 1 വർഷത്തേക്കുള്ള ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ സബ്സ്ക്രിപ്ഷൻ എനേബിൾ ആകും. ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ലിങ്കിൽ ചെന്ന് 100 രൂപ പ്രതിമാസം നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.